വേഷവും കോലവും എമാരവിടെ ഒന്ന് എന്ത് കോലാഹലം ഉണ്ടാക്കി ഡോക്ടറെ? സാറേ OP കൗണ്ടറിൽ വന്നിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കി. അതിനുശേഷം എന്റെ റൂമിലേക്ക് കയറി വന്നിട്ട് എന്റെ സ്റ്റാഫിനെ മർദ്ദിക്കേ. അതുമല്ല, വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് എന്റെ പ്രൊഫഷനെ അപമാനിച്ചു വരും. അല്ല സാറേ, കല്ല് വെച്ച നുണയാണ്. ഞങ്ങൾ ഈ സാറിനെ സാറേന്നല്ലാതെ വിളിച്ചിട്ടില്ല. ഞങ്ങളെ അപമാനിച്ചത് മുഴുവൻ ഈ സാറാ. ഈ ബാഗ് കൊണ്ട് ഇപ്പോൾ എന്റെ മോത്തൊരടി. എന്താ പറയുന്നു? നുണ പറയാണ് സാറേ. ഇതാരാന്നറിയാവടാ? വിശിഷ്ട സേവനത്തിന് സർക്കാരിന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ചിട്ടുള്ള ഡോക്ടറായിരിക്കണേ. അങ്ങനെ കാശ് കൊടുത്ത ഏതാ അവാർഡും കിട്ടും സാറേ. അതെ, സ്കൂളിലെ പടി കാണാത്ത അനക്കൊക്കെ അത് പറയാ. സ്കൂളിന്റെ പടിയൊന്നും കാണാത്തതല്ല സാറേ, അധ്യാപകരടക്കമുള്ള ആളുകള് ഞങ്ങളെ അപമാനിക്കും പിച്ചും നുള്ളും ചെയ്തിട്ട് സഹിക്കാൻ പറ്റാണ്ട് പഠിപ്പ് നിർത്തിയവരാ ഞങ്ങള്. ഓ പിന്നെ പഠിച്ചെങ്കിൽ ഈ സാറന്മാര് കളക്ടർ ആയനെ ആകും സാറേ. സാറ് കേട്ടിട്ടില്ലേ തമിഴ്നാട്ടിലൊരു SI പ്രതികായാഷ്ണി? പിന്നെ മനോബി ബന്ദോപാധ്യായ പശ്ചിമ ബംഗാളിലെ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലാ. പിന്നെ ശബനം മൗസി, അവര് മധ്യപ്രദേശ് MLA. ഇവരൊക്കെ ഞങ്ങളെ പോലുള്ള ആളുകൾ തന്നെ. ഇവരൊക്കെ നല്ല അസലായിട്ട് പഠിച്ചിട്ട് തന്നെ സാറേ ഈ സ്ഥാനത്തൊക്കെ എത്തിയത്. അതൊക്കെ ഒന്നോ രണ്ടോ അബദ്ധത്തിൽ അങ്ങനെ ആയിന്ന് കരുതി. നമ്മളെ പോലുള്ള ഒരു പഠിച്ച അബദ്ധം, ഇവരൊക്കെ പഠിച്ച കേമം. നിനക്കൊക്കെ ബസ് സ്റ്റാൻഡിൽ പിച്ചത്തണ്ടലും മറ്റേ പരിപാടിയല്ലടാ. നോർത്ത് ഇന്ത്യയിലൊന്നും ട്രെയിനിൽ സഞ്ചരിക്കാൻ പറ്റില്ല സാറേ. അപ്പോഴേക്കും ഒരു ഇജാതി സാധനങ്ങൾ ഇങ്ങനെ പൈസ കൊടുത്തില്ലെങ്കിൽ തോന്നിയാസം കാണിക്കും. അതൊക്കെ നല്ല ചവിട്ട് കിട്ടാതെ കുഴപ്പാ. സംസ്കാരം വേണവടാ, സംസ്കാരം. സംസ്കാരത്തിന്റെ കാര്യമൊന്നും സാറന്മാര് പറയണ്ട. രാത്രി ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന മാന്യന്മാരുടെ പേരുകൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞാലേ പല മാന്യന്മാരും നാറും. പിന്നെ സാറ് നേരത്തെ പറഞ്ഞില്ലേ പിച്ച തണ്ടലും പിന്നെ മറ്റേ പരിപാടി. ഞങ്ങളെ പോലുള്ളവരൊക്കെ അതിന് പോകേണ്ടവരനെ എന്താണെന്ന് സാറ് ആലോചിച്ചിട്ടുണ്ടോ? നല്ലൊരു വിദ്യാഭ്യാസം ഞങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങളൊരു നല്ല ജോലി അന്വേഷിച്ചു തന്നാൽ കിട്ടില്ല, കിടക്കാൻ ഒരു ഇടം കിട്ടില്ല, നല്ല ഭക്ഷണം കിട്ടില്ല, സ്വന്തം വീട്ടുകാർ പോലും ഉപേക്ഷിക്കണം. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് സാറേ? ഹോസ്പിറ്റലിൽ പോയി ഒരു ചികിത്സ കിട്ടില്ല. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ? ആണുങ്ങളുടെ ടോയ്ലറ്റിൽ പോയാൽ പറയും സാർ നേരത്തെ പറഞ്ഞ പോയതിന് മറ്റേതിന് പോയതാണ്. സ്ത്രീകളുടെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പറയും അവർ ആക്രമിക്കാൻ പോയതാണ്. ഒന്ന് ബസ് കയറിയിട്ട് പുറകിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ആണുങ്ങളുടെ ശല്യപ്പെടുത്തൽ, മുമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ പരിഹാസം. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും സാറേ? ഇതൊന്നും പോരാണ് ഞങ്ങളെ പോലുള്ളവരെ കളിയാക്കി കയ്യടി മേടിക്കാൻ കുറെ സിനിമാക്കാരും കോമഡിക്കാരും. ഒന്ന് പാർക്കിൽ ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റുമോ സാറേ? അപ്പൊ പോലീസും വന്നിട്ട് പിടിക്കും. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? എത്ര നീയൊക്കെ എന്ത് ചെയ്യുന്നു എന്നോടാണോ ചോദിക്കണേ? രണ്ടാളും കൂടെ എന്നെ പഠിപ്പിക്കാറിയാണോടാ? പഠിപ്പിച്ച ഒന്നല്ല സാറേ, ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണം, അത്രേ ഉള്ളൂ സാറേ. ട്രാൻസ്ജെൻഡർ പോളിസി സർക്കാർ കഴിഞ്ഞ വർഷം രൂപീകരിച്ചതാ. അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ജനങ്ങളും എന്താ തയ്യാറാവാത്തത്? സാമൂഹ്യ നീതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കണം സാറേ. അതിന് ഞങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള സർവേയുടെ ഫുൾ റിപ്പോർട്ട് കിടപ്പുണ്ട്. അപ്പം അറിയാം ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും. അത് മനസ്സിലാക്കാൻ ഇത്തിരി മനസാക്ഷി വേണം സാറേ, പൊതുബോധം വേണം. ഇനി ഇവിടെ നിന്ന് പ്രസംഗിച്ചാണല്ലോ രണ്ടിനെ ഞാൻ ലോക്കപ്പിലിട്ട് ചവിട്ടിക്കൂട്ടും. സാറേ ചെറിയ പ്രശ്നമുണ്ട്. ഏമാരുടെ കൂട്ടത്തിലുള്ള കുറേ എണ്ണം സ്റ്റേഷൻ്റെ പുറത്ത് വന്ന് നിൽക്കുക. ഒപ്പം കുറച്ച് വൃത്തികെട്ട സാമൂഹ്യ പ്രവർത്തകരുണ്ട്. നീ ഇവന്മാരെ അധികം നേരം ഇവിടെ നിർത്തിയാൽ ചിലപ്പം വഷളാവും. നല്ല കുറച്ച് കൊടുത്തിട്ട് പറഞ്ഞേക്കും സാർ. ഏയ് അതൊന്നും ശരിയല്ല. പിന്നെ നാളെ ഞാൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. പിന്നെ ഒന്ന് ഉപദേശിച്ചാളി. ഇനി മേലാൽ ഈ സ്റ്റേഷൻ്റെ പരിസരത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ രണ്ടിനെ ഞാൻ പുറലോകം കാണിക്കില്ല, മനസ്സിലാടാ? ഇനി നീയൊക്കെ ഇവിടെ നിന്നാലേ ഈ സ്റ്റേഷൻ നാറും. നോക്കടാ. സ്റ്റേഷനല്ല സാറേ, സാറിൻ്റെ ഒക്കെ മനസ്സാണ് നാറുന്നത്.